ഇന്ന് ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത്? അപ്സരയും ഋഷിയാണോ ഇന്ന് പുറത്തായത്? അതുപോലെ തന്നെ ഇന്ന് ലാലേട്ടൻ എന്തായിരിക്കും വീട്ടുകാരോട് പറയാൻ പോകുന്നത്? പ്രത്യേകിച്ച് എന്താണ് ഉള്ളത്? അപ്പൊ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ആയിട്ടൊന്ന് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വേണ്ട. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പൊ ഇന്ന് എന്തായാലും അപ്സരയും ഋഷിയുമാണ് പോകാൻ ചാൻസ് കൂടുതല്. കാരണം നമ്മുടെ പോളുകളിലൊക്കെ ഏറ്റവും കുറവ് വോട്ട് കിട്ടുന്നത് അപ്സരയ്ക്കും ഋഷിക്കുമാണ്. ഇതുവരെ ഇവിടുന്ന് ആരും ഔട്ട് ആയിട്ടില്ല. കാരണം ഷൂട്ടിംഗ് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചൂടെ സമയം എടുക്കും ആരാണ് ഔട്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ആര് പോണമെന്നാണ് ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്? ശരിക്കും അപ്സരയാണെങ്കിലും ഋഷിയാണെങ്കിലും വീടിനകത്ത് കുറച്ചുനേരം സംസാരിക്കുകയും വാ തുറക്കുകയും ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെക്കാട്ടും കുറവ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവരുടെ കോംബോ എന്ന പേരിൽ, അതായത് ശ്രീധുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അവിടെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. ശ്രീധു പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കുറെ സൂപ്പർസും അതുപോലെ തന്നെ എന്താണ് ഗെയിമല്ല ഇങ്ങനെ കോംബോം പിടിച്ചു നിൽക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അല്ലേ. പിന്നെ അതുപോലെ വേറെ ആരാണ്? പിന്നെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും വളർത്തുന്ന ആൾക്കാരൊക്കെ കാണാൻ വേണ്ടതാണ്. അതുപോലെ സായിയുടെ കാര്യം, നിങ്ങൾക്ക് സായിയുടെ ഒരു ഗെയിമിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അതൊന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്തായാലും അപ്സരയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അപ്സര സ്റ്റാർട്ടിങ് മുതൽ നന്നായിട്ട് ഗെയിം കളിച്ചു വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അതിനുശേഷം ഈ അപ്സരയ്ക്ക് പിന്നെ കയറി വരാൻ പറ്റിയിട്ടില്ല. പിന്നെ അന്ന് തൊട്ട് വോട്ട് കുറവാണല്ലേ അപ്സര. അപ്പൊ അപ്സര ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും ടോപ്പ് 5 ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. എന്തായാലും ഇപ്പൊ വോട്ട് കുറവാണ്. നമുക്ക് നോക്കാം അപ്സരയാണോ പോകുന്നത്. ഋഷിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഋഷി വല്ലപ്പോഴാണ് വാ തുറക്കുന്നതെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരാളാണ്. പിന്നെ ഗെയിമൊക്കെ ടാസ്കും നല്ലതായിട്ട് കളിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ താരതമ്യേന അവിടെ നിൽക്കുന്നതിൽ കുറവ് വോട്ട് ഋഷിക്കാണ്. ഋഷി പോകില്ലെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. അപ്പൊ ഇനി രണ്ടുപേര് പോകുന്നതാണോ ഒരാൾ പോകുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ശരിക്കും രണ്ടുപേര് പോകണം അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഒക്കെ ടാസ്ക് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പൊ ആ ടാസ്കിനകത്ത് അവർക്ക് നന്നായിട്ട് കളിക്കണമെങ്കിൽ ആൾക്കാരുടെ എണ്ണം കുറയണം. 10 പേരാണ് മിനിമം വേണ്ടത്. അപ്പൊ ഓൾറെഡി അവിടെ 12 പേരുണ്ട്. അപ്പൊ രണ്ടുപേരുടെ പോയാലാണ് 10 പേരാവത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇനി ഋഷിയും അപ്സരയും പോവോ, അല്ലെങ്കിൽ അപ്സര മാത്രമാണോ പോകുന്നത്, അല്ലെങ്കിൽ ഋഷി മാത്രമാണോ പോകുന്നത് എന്നൊക്കെ നോക്കാം. അതുപോലെ തന്നെ ലാലേട്ടൻ ഇപ്രാവശ്യം വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. കഴിഞ്ഞ 2 ദിവസത്തെ കാര്യമാണ് ഇപ്പൊ ഈ വീക്കെൻഡിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ വീക്കെൻഡിൽ 2 ദിവസത്തെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ഒരുപാട് ജാസ്മിന്റെ അഭിഷേകിന്റെയും ഒരു ഹൈറ്റ് മാറി നടന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് എന്താണ് ചോദിക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് ചോദിക്കാനുണ്ടോന്നൊന്നും അറിയത്തില്ല. അപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കൂടുതലും ഗെയിംസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ആരാ തോന്നുന്നത് ഔട്ട് ആകുന്നതെന്നും അതുപോലെ തന്നെ ആര് ഔട്ട് ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം. ബൈ.